ഹിന്ദുമത വിശ്വാസപ്രകാരം മുരുകന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ് കാവടി. കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തിന്റെ അടിസ്ഥാനമാക്കി ഇതിനെ പല രീതിയിൽ പറയാറുണ്ട്. മുരുകനാണ് വഴിപാട് പ്രാധാന്യമെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിൽ നമ്മൾ കാവടി നടത്താറുണ്ട്. ഒരിക്കൽ മഹാമുനിയായ അഗസ്ത്യമുനിക്ക് മഹാദേവനെ ദർശിക്കാൻ ആഗ്രഹം തോന്നി. അങ്ങനെ അദ്ദേഹം കൈലാസത്തിലെത്തി ശിവഭഗവാനെ തൊഴുത് പൂജയൊക്കെ നടത്തി. തിരികെ പോകാൻ നേരം കൈലാസത്തിൽ നിന്നും 2 പർവ്വതങ്ങൾ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ ഹിഡുംബൻ എന്ന രാക്ഷസന്റെ സഹായത്താൽ 2 പർവ്വതങ്ങളും തോളിലെടുത്ത് മുനി യാത്രയായി. അങ്ങനെ നടന്നു വരുമ്പോൾ പഴനിക്കടുത്ത് വെച്ച് ഹിഡുംബൻ ക്ഷീണിച്ച് അവശനായി. അദ്ദേഹം ആ മലകൾ താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു. ക്ഷീണം മാറി വീണ്ടും മലകൾ എടുത്തു വെക്കാൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഹിഡുംബൻ അതെടുക്കാൻ സാധിച്ചില്ല. അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കിയ ഹിഡുംബൻ കണ്ടത് ഒരു മലയിൽ വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു ബാലനെയാണ്. ആ മല ശിവഗിരിയാണെന്നും അത് തൻ്റേതാണെന്നും ഹിഡുംബനോട് ആ പയ്യൻ വാദിച്ചു. എന്നാൽ ഹിഡുംബൻ സമ്മതിച്ചില്ല. അങ്ങനെ അവർ തമ്മിൽ വളരെ വലിയ യുദ്ധമായി. ഒടുവിൽ ബാലൻ ഹിഡുംബനെ വധിച്ചു. ഇതോടെ ബാലൻ മുരുകനാണെന്ന് മനസ്സിലായ അഗസ്ത്യമുനി അദ്ദേഹത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അഗസ്ത്യമുനിയുടെ അപേക്ഷ പ്രകാരം മുരുകൻ ഹിഡുംബനെ ജീവിപ്പിച്ചു. പുനർജീവിച്ച ഹിഡുംബൻ താൻ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ കാവടിയിൽ കെട്ടിക്കൊണ്ടുവരുന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്നും ഒപ്പം തന്നെ ദ്വാരപാലകനാക്കണമെന്നും ഹിഡുംബൻ മുരുകനോട് അപേക്ഷിച്ചു. അങ്ങനെയാണ് കാവടി എടുത്തു തുടങ്ങിയതെന്നാണ് ഐതിഹ്യം. കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി ചില സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഹിഡുംബന്റെ പൂജയും നടത്താറുണ്ട്.